ഓണപ്പൂക്കളവും ഓണക്കളികളുമൊക്കെയായി നിറഞ്ഞു നിൽക്കുന്ന മലയാളികളുടെ ഓണക്കാലങ്ങളിലേക്ക്, ഓണക്കാഴ്ചകളിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ കൂടി വന്നാലേ പല ചിത്രങ്ങളും പൂർത്തിയാവുകയുള്ളൂ. അതിൽ തന്നെ ഇന്ന് നമ്മോടൊപ്പം കൈരളി പ്രേക്ഷകരോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കിടുവാനെത്തുന്നത് നമുക്കേറെ പരിചയമുള്ള ഒരു മുഖമാണ്. 20 വർഷത്തിലേറെയായി നമ്മൾ മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖം, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ശബ്ദം, വലിയൊരു കലാകുടുംബത്തിലെ അംഗം. ഇത്തരം അഭിപ്രായങ്ങളും ഇത്തരം വിശേഷങ്ങളുമൊക്കെയാണ് നമ്മൾ ശരത് ദാസ് എന്ന അഭിനേതാവിനെ പറ്റി പറയുവാനുള്ളത്. നമ്മളുടെ ഈ ഒരു ഷോയിലേക്ക്, കൈരളി പ്രേക്ഷകരുടെ ഓണക്കാഴ്ചകളിലേക്ക് സ്വാഗതം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഓണസദ്യയിൽ ഒരു വിഭവം ഉണ്ടാക്കാനാണ് ശരത്തേട്ടൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? എന്താണ് ആ വിഭവം? അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമല്ല. നമുക്ക് ഇവിടെ വേണ്ടല്ലോ, അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ മതി. അവിടെ പോവാം. ഓക്കെ. അപ്പൊ നമ്മുടെ ഓണം സ്പെഷ്യൽ ഒരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. വിഭവം ഉണ്ടാക്കാൻ ശരത്തേട്ടൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസ്, ബാക്കി സാമഗ്രികളൊക്കെ റെഡിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. എന്തൊക്കെയാണ്? ഓലൻ തെക്കൻ രീതിയിലല്ല, വടക്കൻ രീതിയിലുള്ള ഓലനാണ് ഉണ്ടാക്കാൻ. വ്യത്യാസമുണ്ട്. നമ്മുടെ തെക്കൻ രീതിയാണെങ്കിൽ, അതായത് എറണാകുളത്തിന് ഇപ്പുറത്താണെങ്കിൽ തേങ്ങാപ്പാലും ചെറിയ പയറുമാണ് കൂടുതൽ, അതായത് മറ്റേ വൻപയർ എന്ന് പറയുന്നത് അതായിരിക്കും ഇടുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മൾ തൃശ്ശൂരിനപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം. അത് എന്താ പറയുക, തേങ്ങാപ്പാൽ ഒഴിക്കാതെ സാധാരണ രീതിയിലുള്ള ഒരു ഓലനാണുള്ളത്. പിന്നെ ഈ ഓലൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരുപാട് പുളിയുള്ള കറികളുടെ കൂടെയും അല്ലെങ്കിൽ എരിവുള്ള കറികളുടെ കൂടെയും കൂട്ടിച്ചേർന്ന ഇത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഡിഷാണ്. അധികം നമുക്ക് വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട സ്വാദിൻ്റെ കാര്യത്തിൽ, പക്ഷേ ഗുണത്തിൻ്റെ കാര്യത്തിൽ അതികേമനാണ് ഈ ഓലൻ എന്ന് പറയുന്നത്. ഹെൽത്തി ഫുഡ്സ്, ഹെൽത്തി ഫുഡ്സിനെ കുറിച്ച് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ജങ്ക് ഫുഡ്സ് നമ്മൾ ഒഴിവാക്കുക പാടുള്ളൂ. അപ്പൊ സദ്യയിൽ എപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ രസവും സാമ്പാറും അവിയലൊക്കെ കൂട്ടിക്കൊഴിച്ച് ആകെ ഒന്നൊരു വിഷമത്തിൽ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓലനിലേക്ക് കടക്കാം. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: മത്തങ്ങ, ആഷ് ഗാർഡ് അല്ല മറ്റേ കുമ്പളങ്ങ, പയർ, നീളൻ പയർ, അച്ചങ്ങ പയർ എന്ന് പറയും. പിന്നെ വേണമെങ്കിൽ പച്ചമുളക്, ഞാനൊരു ചെറിയ ടേസ്റ്റിന് വേണ്ടി ഒരു പച്ചമുളക് ഇടും. ഉപ്പ്, അതേപോലെ വെളിച്ചെണ്ണ, വെള്ളം, ശുദ്ധജലം നമ്മൾ ഏറ്റവും ആവശ്യം. അപ്പോൾ നമുക്കിനി അരിഞ്ഞു തുടങ്ങാം. തീർച്ചയായിട്ടും. കുമ്പളങ്ങ ചെത്തി കഴിഞ്ഞു നമ്മള്. ഈ സൈസിൽ അല്ലേ? അതെ, കുറച്ചുകൂടി നൈസാണ്. ഈ സൈസാണ് നമ്മൾ നൈസിലാണ് ഉദ്ദേശിക്കുന്നത്. കുമ്പളങ്ങയുടെ ഗുണങ്ങളെ കുറിച്ച് താങ്കൾക്ക് വിശദീകരിക്കാമോ? അതെ, കാരണം മലയാളികൾക്ക് ഭയങ്കര അലർജിയുള്ള അല്ലെങ്കിൽ തീരെ വിലയില്ലാത്തൊരു സാധനമാണ് ഈ കുമ്പളങ്ങ. പക്ഷേ പച്ചക്കറികളിലെ രാജാവ് എന്ന് വേണമെങ്കിൽ ഈ കുമ്പളങ്ങയെ വിളിക്കാം. ഒന്നാമത്തെ കാര്യം, കുമ്പളങ്ങ നീരിൻ്റെ, ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നതാണ്, നമുക്ക് അനുഭവങ്ങൾ. ഇതിൻ്റെ നീര് വെറും വയറ്റിൽ രാവിലെ കഴിച്ചാൽ അൾസർ മാറാൻ വളരെ നല്ലതാണ്. പിന്നെ ഇതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ തടി കുറയാൻ നല്ലതാണ്. തടി കുറയാൻ ഏറ്റവും നല്ലതാണ് കുമ്പളങ്ങ നീര് രാവിലെ കഴിക്കുന്നത്. സ്വാദ് പ്രശ്നമുണ്ടെങ്കിൽ തേൻ ചേർത്ത് കഴിക്കാം. പിന്നെ ഈ ആങ്സൈറ്റി, ടെൻഷൻ ഡാൻഡ്രഫ് കൺട്രോൾ ആണ് ഇതിന്റെ നീര്. ഇത്രയും കാര്യങ്ങൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ട് ഇതെന്തെങ്കിലും പരീക്ഷിച്ചു നോക്കിയോ? കുറെ കാലം കുമ്പളങ്ങ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ആണോ? എന്നിട്ട് ചേട്ടന് ആൻസൈറ്റി ഒക്കെ മാറി? ആൻസൈറ്റി അത് മാത്രമേ നമ്മൾ കിടക്കണ്ട, ഇല്ലാന്ന് എന്റെ ഭാര്യ പറയും, മാറിയിട്ടില്ല എന്ന്. അടുത്തത് മത്തങ്ങ. ഓക്കെ, പമ്പിന്റെ ഗുണഗണങ്ങൾ നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ച് അധികം അറിയില്ല, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ സീഡ്സ് തൊട്ട് അതിന്റെ ഫ്ലഷ് വരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. എസ്പെഷ്യലി നമ്മുടെ
കൊളോൺ സിസ്റ്റം ഇല്ലേ നമ്മുടെ വയറിനുള്ളിലെ അതെ ക്ലീൻ ആക്കാൻ സിസ്റ്റം, അതിനെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനും അതിന് വരുന്ന പല പല പ്രശ്നങ്ങൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ പംകിൻ. പ്രതിവിധിയാണെന്നാണ് പറയുന്നത് കേട്ടോ പംകിൻ. അടുത്തത് നമ്മളിപ്പോ കുമ്പളങ്ങ കട്ട് ചെയ്തു, മത്തങ്ങയും കട്ട് ചെയ്തു. ഇനി അടുത്ത് പയർ. അത് ഇത്ര അധികം വേണമെന്നില്ല, ഇതിന്റെ ഒരു 4-5 മതി. ഞാൻ വെറുതെ പറയാട്ടോ 4-5 ഇവിടുന്ന് അപ്രൂവൽ കിട്ടണം. ഇതാണ് നമ്മളുടെ മെയിൻ ഷെഫ്. നമ്മളൊരു അഭിപ്രായം പറയാം. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. എനിക്കറിയില്ല. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം പയർ മെഴുക്കുവരട്ടിയൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. പിന്നെ കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് അനുസരിച്ച്, ട്രോപ്പിക്കൽ ക്ലൈമറ്റ് അനുസരിച്ച് ഏറെ പെട്ടെന്ന് ഉണ്ടാവാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ്. വീട്ടിലിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വൈഫ് പറയുമോ വളരെ പെർഫെക്റ്റ് ആണ് കുക്കിംഗ് എന്നൊക്കെ? ഇല്ല, നമ്മൾ അത്ര വലിയ കുക്ക് അല്ല. ഉള്ള സത്യം പറയാലോ, നമ്മൾ അത്ര വലിയ കുക്കൊന്നും അല്ല. വല്ലപ്പോഴൊക്കെ അടുക്കളയിൽ കയറുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു വിഷയമാണ് ഉണ്ടാക്കാൻ ഈ സാധനം. അതുകൊണ്ടാണ് ഞാൻ ഇതിന്ന് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്കിപ്പോൾ കുമ്പളങ്ങ, മത്തങ്ങ, പയറുമായി. ഇനിയാണ് നമുക്ക് ഏറ്റവും വിഷമമുള്ള, ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം. പ്രോസസ്സിലേക്ക് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. വെള്ളം ഒഴിക്കുക ആവശ്യത്തിന്. നമുക്കിതൊരു വലിയ വെള്ളം നിർബന്ധമില്ലാത്ത ഒരു കറിയാണ്. അതായത് ഒരു മീഡിയം. അതെ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വെള്ളം, ഒന്ന് തിളയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം മതി. ഉപ്പും കൂടി ഇപ്പോൾ ആവശ്യത്തിന് അങ്ങ് ചേർക്കാം. അപ്പോൾ നമ്മളിതാ തിളപ്പിക്കാനായിട്ട് വച്ചിരിക്കുകയാണ്. പച്ചക്കറികളെല്ലാം ഇട്ടു, ഉപ്പിട്ടു, എല്ലാം വെച്ചു. ഇനിതാ അടച്ചു വെച്ചു. ഇനി ഇത് കഴിയുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഇത് തിളയ്ക്കുന്ന സമയത്ത് ഞാനൊരു കുഞ്ഞു കഥ പറയാം. പറഞ്ഞോളൂ. അപ്പൊ കഥ ശ്രദ്ധിച്ച് കേൾക്കണം. ഏറ്റവും ഒടുവിൽ പറയണം മോറൽ ഓഫ് ദ സ്റ്റോറി എന്താണ് എന്നുള്ളത്. ഓക്കെ. പണ്ടൊരു സ്ഥലത്തിട്ട്, ഒരു നാട്ടിൻപുറം പോലെ ഒരു സ്ഥലം, ഓണക്കാലാണ്. അപ്പൊ ഈ ഓണക്കാലത്ത് എന്താന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ പൂ പറിക്കാൻ പോകണം, ഓരോ വീടുകളിലൂടെ പോകണം. അപ്പൊ ഒരു സെറ്റ് കുട്ടികൾ ഇങ്ങനെ വീടുകളിലൂടെ ഒക്കെ ഇങ്ങനെ പൂവൊക്കെ പറിച്ച് ഇങ്ങനെ അവരെ വളരെ ആഹ്ലാദത്തോടെയൊക്കെ നടന്നു നോക്കുമ്പോൾ അതാ അപ്പുറത്തെ തൊടിയിൽ കുറേ നല്ല പൂക്കൾ നിൽക്കണ കണ്ടു. അപ്പൊ എന്താ വെച്ചാൽ കൂടുതൽ ഈ എന്താ പറയുക മുതിർന്ന കുട്ടികൾ എന്താന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ പറഞ്ഞു വിടും പൂ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ഈ തൊടിയിലേക്ക് പൂ പറിക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതലുള്ള ഒരു ചെറിയ കുട്ടി, ഒരു കുഞ്ഞു കുട്ടിയെ പറഞ്ഞു വിട്ടു. അപ്പൊ എന്താണെന്നറിയില്ല, ആ വീട്ടിലുള്ളവർക്ക് ഈ കുട്ടിയെ പിടിക്കാൻ പറ്റി. പൂക്കളനെ പിടിച്ചു. പിടിച്ചതിന് ശേഷം അവര് മുഖത്തേക്ക് നോക്കിയപ്പോ ഭയങ്കര നിഷ്കളങ്കനായ ഒരു കുട്ടി, നല്ലൊരു അരുമ കുട്ടി. ഇതിങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്ന അവർക്ക് ആർക്കും തോന്നിയില്ല. അപ്പൊ ഒന്ന് സാരമില്ല കേട്ടോ, വാവേ വീട്ടിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അടിയൊന്നും കൊടുക്കാതെ, വഴക്കൊന്നും പറയാതെ ആ കുട്ടി ഇങ്ങനെ മറ്റു കുട്ടികളുടെ കൂടെ ഇങ്ങനെ പറഞ്ഞു വിട്ടു. ഈ കടങ്കഥ എനിക്ക് മനസ്സിലായി. ഈ കടങ്കഥയല്ല ഇത് ശരിക്കും ഒരു കഥയാണ്. ഇത് ജീവിച്ചിരിക്കുന്നവരായിട്ടൊന്നും ഒരു ബന്ധമുള്ള കഥയല്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ അത് പ്യൂർലി കോയിൻസിഡന്റൽ മാത്രമാണ്. അപ്പം ഞാൻ ഈ ഒരു കഥ പറഞ്ഞില്ലേ, ആ കഥയുടെ ഗുണപാഠം എന്താവാം എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ ഈ പറഞ്ഞത് എന്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു ചെറിയ സംഭവമാണ്. കണ്ടോ, ശരിക്കുള്ള ഒരു കള്ളന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കുട്ടികളാവുമ്പോ പൂ പറിക്കാൻ പോകും. അവർക്ക് ഈ പറമ്പ് ഈ ഡിവിഷൻസ് ഒന്നും ഇല്ല കുട്ടികൾക്ക്, മനസ്സിലായില്ലേ? അതിർത്തികളൊന്നുമില്ല. സ്നേഹം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പൊ അത് കാരണം അപ്പുറത്തെ വീട്ടിൽ പോയി കാണും, ചിലപ്പോ പൂ പറിച്ച് കാണും. അവര് ചിലപ്പോ പിടിച്ച് കാണും. പിന്നെ മുഖത്ത് നോക്കി പാവമല്ലേന്ന് തോന്നിയിട്ട് അവര് വിട്ട് കാണും. അതായിരിക്കാം മോറൽ ഓഫ് ദി സ്റ്റോറി അല്ലേ? അപ്പൊ കുട്ടികളാണെങ്കിൽ ഇതുപോലെ എന്താ പറയാ, ശരത്തേട്ടനെ പോലുള്ള നിഷ്കളങ്കതയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊരു നമ്മൾ എന്താ പറയാ, എന്തെങ്കിലും നമുക്ക് കുസൃതിയെ കാണിച്ച് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വീട്ടിലെ വിശേഷങ്ങളാണ് ചോദിച്ചു വരുന്നത്. നാട് തിരുവനന്തപുരം അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നാട്ടിലെ തറവാട്ടിലേക്ക് വിശേഷങ്ങൾ പറയും, ഓണം വിശേഷങ്ങളൊക്കെ. അവിടെ ശരിക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടാത്തൊരു ഓണം തന്നെയാണ് നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. അച്ഛൻ്റെ വീട് ആലുവ,
അത് പെരിയാറിൻ്റെ തീരത്താണ് കുറച്ച്. അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് പെരിയാറിൽ നീന്തി കളിച്ചതൊക്കെ ഓർമ്മയുണ്ട്. നല്ല ശുദ്ധമായ പെരിയാറാണ്. ഞാൻ ഇന്നത്തെ പെരിയാറല്ല പറയുന്നത്. ശുദ്ധമായ പെരിയാറിൽ അതിൻ്റെ നടുക്ക് മണൽത്തിട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നീന്തി മണൽത്തിട്ടയിലെത്തി പിന്നെ തിരിച്ച് അവ അങ്ങനെയൊക്കെ ഒരു ബെറ്റ് വെച്ച് നീന്തുന്ന കുട്ടികളുടെ കൂടെ നമ്മുടെ കസിൻസിന്റെ കൂടെ. ഞാൻ 1 വയസ്സായപ്പോൾ തന്നെ ഇവിടെ എത്തി. പക്ഷേ എല്ലാ വെക്കേഷനും അവിടെയും കുളമുണ്ട്. അമ്മയുടെ നാട് പെരിന്തൽമണ്ണ അടുത്ത് ആനമങ്ങാടാണ്. അവിടെയും ഭയങ്കര വലിയ കുളങ്ങൾ. അപ്പോൾ നമ്മൾ ഇവിടെ തിരുവനന്തപുരത്ത് എല്ലാ വെക്കേഷനും, ഓണം വെക്കേഷൻ ആണെങ്കിലും ശരി, ക്രിസ്മസ് വെക്കേഷൻ ആണെങ്കിലും 1 മാസം 2 മാസം വരെയൊക്കെ അവിടെ മാറി താമസിക്കും. ഇപ്പൊ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഓണക്കാലം എന്നൊക്കെ പറയാം. എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഓണക്കാലം എന്തായാലും നമ്മുടെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്തെ ഒരു ഓണക്കാലമൊക്കെ ആയിരിക്കും. അപ്പൊ നാട്ടിലുള്ള ഓർമ്മ, ഇപ്പം നാട്ടിൽ വളർന്നു വരുന്ന രീതികളുണ്ടല്ലോ. നാട്ടിൽ ചെല്ലുമ്പോൾ നാടിൻ്റെതായ ചില ചിട്ടകളുണ്ട്, അവിടെ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടുത്തെ പോലെയല്ല. നമ്മൾ കുറേ അയൽപക്കക്കാർക്കും എല്ലാവർക്കും നമ്മളെ അറിയാം അല്ലേ? ആ നാട്ടിൽ ഇപ്പോഴും ചെല്ലുമ്പോൾ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ? ഇവിടെയുള്ള ശരത്തല്ല അവിടെ ചെല്ലുമ്പോൾ മറ്റൊരു വ്യക്തിയായി മാറുന്നു എന്നൊക്കെ. അവിടെ എത്തുമ്പോൾ നാട്ടിലുള്ളവർ എന്നെ വിളിക്കുന്നത് നാരായണ അല്ലെങ്കിൽ നാരായണേട്ട എന്നാണ്. കാരണം മുത്തശ്ശന്റെ പേരാണ് എനിക്ക് ആദ്യം. നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, മുത്തശ്ശന്റെ പേര് വെൺമണി മനിക്കൽ നാരായണൻ നമ്പൂതിരിപ്പാട് എന്നാണ് എന്റെ ശരിക്കുള്ള അവിടുത്തെ പേര്. സ്കൂൾ പേരാണ് ശരത് ദാസ് എന്നുള്ളത്. ഇവിടെ പക്ഷെ എല്ലാവർക്കും അല്ലെങ്കിൽ ടിവിയിലുള്ള എല്ലാവർക്കും അറിയാവുന്നത് ശരത് എന്നുള്ള പേര്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നാരായണ. അവിടെ അവിടുത്തെ ആൾക്കാർ എന്നെ ശരത് എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം അങ്ങനെ നമ്മൾ കുട്ടിക്കാലം മുതൽ നാരായണേട്ട അല്ലെങ്കിൽ നാരായണ എന്ന് വിളിച്ച് കേട്ടിട്ട് ഇപ്പൊ മുത്തശ്ശിയമ്മയൊക്കെ എന്നെ നാരായണന്നേ വിളിക്കുള്ളൂ. ആണല്ലേ? അപ്പൊ പക്ഷെ ഈ പേര് എന്താ പറയാ, കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു പേര് എന്തായാലും ശരത് എന്നുള്ളതാണ്. അപ്പം ഈ പേരിനേക്കാളും പക്ഷേ സ്റ്റിൽ ഇഷ്ടം പഴയ പേരിനോട്. നമ്മൾ ഒരു വ്യക്തിയല്ല എന്നുള്ളതിന്റെ ഒരു, നമ്മൾ ശരത്ത് മാത്രമല്ല ഒരു തോന്നലാണ്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഈ സംഭവം എന്തായെന്ന് നോക്കണം അല്ലേ? ഇനി ആവാനുണ്ട് സമയം. ഇനിയും കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാനുണ്ട്. ഇതിലൊക്കെ പേഷ്യൻസ് ആണ് അല്ലേ? സദ്യ ഉണ്ടാക്കുന്ന എല്ലാ കറികളും ഉണ്ടാക്കുന്നത്. കുക്കിംഗ് സംഭവം ഭീകര സംഭവം എന്നുള്ളത്. വീട്ടിലെ കുക്ക് ചെയ്യണത് അമ്മയും കുക്ക് ചെയ്യും. അമ്മ കുക്ക് ചെയ്യണതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്തൊക്കെയാ? അമ്മ നമ്മൾ കുട്ടിക്കാലം മുതൽ ശീലിച്ച ആ സ്വാദല്ലേ. അപ്പോൾ അമ്മയുടെ സാമ്പാർ ഇഷ്ടമാണ്. അതേപോലെ രസം. ഈ അങ്ങോട്ടേക്കുള്ള സാമ്പാർ വെക്കുമ്പോൾ തേങ്ങ അരച്ചുള്ള സാമ്പാറാണോ? രണ്ടും വെക്കാറുണ്ട്. പുളിങ്കറി ഉണ്ട്. പുളിങ്കറി മസാലയൊന്നും ഇടാതുള്ള പുളിങ്കറി ഉണ്ട്. പിന്നെ അല്ലാതെ സാമ്പാറുണ്ട്. അത് കൂടാതെ തന്നെ തേങ്ങ അരച്ച് ചേർക്കുന്ന സംഭവങ്ങളുണ്ട്. അതിനുശേഷം മഞ്ജു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മഞ്ജു ഉണ്ടാക്കുന്ന എന്തൊക്കെ പാലക്കാടിനേക്കാളും നോർത്ത് ഇന്ത്യൻ ആണ് അവള് കൂടുതൽ. എനിക്കും ഇഷ്ടം നോർത്ത് ഇന്ത്യൻ ആണ്. എനിക്ക് റൊട്ടി, പനീർ, അതേപോലെ ഗോബി, അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ അവള് നന്നായിട്ട് കുക്ക് ചെയ്യും. അതെ. ഇപ്പം ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ചാൽ ഇപ്പൊ പാലക്കാട് കുക്കിംഗ് രീതി അതൊന്നാണ്. ഇപ്പം എറണാകുളത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പിന്നെ നിങ്ങൾ തിരുവനന്തപുരത്ത് ഇത്ര വർഷമായിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ. കാസർഗോഡ് ഞാനൊരു മറ്റേ മധുര നൊമ്പരക്കാറ്റ് സിനിമ ഷൂട്ടിംഗ് കാസർഗോഡാണ്. അത് വേറെ ടൈപ്പ് ഓഫ് ഫുഡാണ്. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ കേരളത്തിൽ വ്യത്യാസം തോന്നിയത് ശരിക്കും സ്വാദിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഏത് സ്വാദ് കൂടുതൽ ഇഷ്ടം? അത് അമ്മ ഉണ്ടാക്കണമായിരിക്കും. ഇപ്പൊ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ച ഒരു വീട്ടിൽ തങ്ങി, അത് കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ അതിനിപ്പോൾ മോശമാണെങ്കിൽ അത് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റാണ്. അപ്പോൾ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഓൾ കേരള നമ്മൾ വീട്ടിലെ ഫുഡ് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാം പരീക്ഷിക്കാനുള്ളൊരു താല്പര്യം. 2 കുട്ടികൾ അല്ലേ? 2 പെൺകുട്ടികൾ, 2 നല്ല സുന്ദര കുട്ടികൾ. ഇപ്പൊ നമ്മൾ ഇന്ന് വിചാരിച്ചിരുന്ന ഷൂട്ടിന് മഞ്ജു വരും എന്നാണ്. മഞ്ജുവിന്റെ തിരക്കുകൾ കാരണം മഞ്ജുവിന് വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമുക്ക് വിശദമായിട്ട് ചോദിക്കരുത് എന്തൊക്കെയാണ് സംഭവം, എന്തൊക്കെയാണ് വീട്ടിൽ ഉണ്ടാക്കണമെന്നൊക്കെ. എന്തായാലും അത് പറ്റിയില്ല. അപ്പോൾ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ പറയും. അവർക്കൊക്കെ എന്താണ് ഇഷ്ടം? സദ്യയൊക്കെ കഴിക്കുമോ കുട്ടികൾ? കുഴപ്പമില്ല, നിർബന്ധിച്ച് കഴിക്കുക. ആദ്യത്തെ മൂത്താള് കുഴപ്പമില്ല. മൂത്താള് വേദ, അവളിപ്പോൾ 4ാം ക്ലാസ്സിലാണ്. അവള് സാമാന്യം നല്ലോണം കഴിച്ചോളും. നമ്മളൊന്നും പറയണ്ട, അവള് തന്നെ കഴിച്ചോളും. അവളോട് നിർത്താൻ മാത്രം. അതെ അതെ അതെ. പിന്നെ 2ാമത്തെ ആളെയാണ് നമ്മൾ നിർബന്ധിച്ച് ഒരു ദിവസം ഒരു വെജിറ്റബിൾ കഴിപ്പിച്ചേ പറ്റൂ. പക്ഷെ പച്ചയായിട്ട് കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. ക്യാരറ്റൊക്കെ വെറുതെ കടിച്ച് തിന്നും. വെള്ളരിക്കയാണെങ്കിലും കഴിക്കാൻ ഇഷ്ടം. പക്ഷെ ഈ സാമ്പാറിന്റെ അല്ലെങ്കിൽ ഇതേപോലെ ഓലനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ എന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ ഒരു അടി കൊടുക്കാൻ. ധ്യാന, 2ാമത്തെ ആള് ധ്യാന. സ്വീറ്റ് ആയിട്ടുള്ള നെയിംസ് അല്ലേ? പേരായിരുന്നു സെലക്ട് ചെയ്തത്? 2 പേരും കൂടി ചേർന്ന് തന്നെയാണ്. ഓക്കെ. മഞ്ജുവിന് എന്തെങ്കിലും പാട്ട് പാടുക അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ പാട്ട് ഭയങ്കരമായിട്ട് കേൾക്കും അവൾ. പിന്നെ അവളാണ് നമുക്ക് ഇപ്പം ഞാൻ കല്യാണത്തിന് മുമ്പ് തന്നെ ഞാനൊരു കർണാടക സംഗീതം അല്ലെങ്കിൽ
നമുക്കൊരു ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു വലിയ കഥകളി സംഗീതമൊക്കെ ആയിരുന്നു നമ്മുടെ ഉള്ളിൽ. പക്ഷേ ഇവള് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഡിഫറെൻറ്റ് ജോണേഴ്സ് ഓഫ് മ്യൂസിക് കേൾക്കാൻ കൂടുതൽ തുടങ്ങിയത്. കുറേ കൂടി ഇന്റർനാഷണൽ ഹിന്ദുസ്ഥാനിയായി, പിന്നെ ഹിന്ദി, വെസ്റ്റേൺ, സ്പാനിഷ്, അങ്ങനെ കുറേ നല്ല നല്ല പാട്ടുകൾ അവൾ കളക്ട് ചെയ്ത് കേൾക്കും. അതായത് കൂടുതൽ നമ്മളുടെ അനുഭവം കൂടി സംഗീതത്തോടുള്ള. അപ്പോൾ അച്ഛൻ പഠിപ്പിച്ച എന്തെങ്കിലും ഒരു കുറച്ച് വരികൾ? ഞാൻ പിന്നെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആയിരുന്നു. ഞാൻ വയലിൻ, മൃദംഗം ആയിട്ടായിരുന്നു കൂടുതൽ പിന്നെ പഠിച്ചത്. പാട്ടായിട്ട് വായ്പാട്ടായിട്ട് അധികം പഠിച്ചിട്ടില്ല. പക്ഷെ അച്ഛൻ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ടോ അതോ ഇങ്ങനെ ഇല്ല, അച്ഛൻ അങ്ങനെ കേട്ട് അച്ഛൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ അച്ഛന് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് പാടാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ തന്നെ പോകും. അപ്പൊ അത് കണ്ടിട്ട് അച്ഛൻ അവൻ വരികയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ അത്രേ ഉള്ളൂ. പക്ഷെ അത് ഇപ്പോഴാണ് എൻ്റെ ആഗ്രഹം ഭയങ്കരമായിട്ട് തോന്നുന്നത്. അനിയനും അച്ഛൻ്റെ ഈ പാട്ടിനോടുള്ള അനിയനെ കുറച്ചും കൂടി പാടും. അനിയൻ എന്നെക്കാളും നന്നായിട്ട് പാടും. അപ്പൊ ഇത് പാടുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരു പാട്ട് പാടും. നമ്മൾക്കൊരു പാട്ട് കേൾക്കാനുള്ള കൊതിയായിരിക്കണം. ഓലൻ റെഡി ആകുമ്പോഴേക്കും ഒരു പാട്ട് ഇവിടെയാണ്. നോക്കട്ടെ. ഇല്ല സമയമുണ്ട്. റെഡി ആയി വേഗം പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാട്ടോ നോക്കില്ല. പക്ഷെ പറ്റില്ല, പാട്ട് പാടിയിട്ടേ പറ്റും. ശരി. അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത വിജയ സാരഥേ സാധു ദ്വിജനൊന്നു പറയുന്നു. അത്രയും പോരാ, ഇനി അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ആസ്വദിച്ച് വരികയായിരുന്നു എന്ന് പറഞ്ഞു. ശരത്തേട്ടൻ്റെ അച്ഛൻ അറിയപ്പെടുന്ന കഥകളി സംഗീതജ്ഞൻ വെൺമണി ഹരിദാസ് സാറിനെയാണ് ഇപ്പോൾ ഓർമ്മ വന്നത്. ശരത്തേട്ടൻ അറിയപ്പെടുന്ന ഒരു അഭിനേതാവ് എന്നതിന് പോലെ തന്നെ ഇപ്പം വളരെ അറിയപ്പെടുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പോൾ 2 വർഷം സംസ്ഥാന അവാർഡ് അതിന് തന്നെ ലഭിച്ചു. അപ്പോൾ എനിക്ക് സംശയമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ആക്ടേഴ്സ് എന്ന് പറയുമ്പോഴേ അവരുടെ ലുക്സ് മാത്രമല്ല അവരുടെ ശബ്ദവും അവർ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ ശബ്ദം വേറൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു വിഷമം തോന്നില്ലേ ശരിക്കും? ചില സിനിമകൾക്ക് ചെയ്യുമ്പോൾ തോന്നാറുണ്ട് കേട്ടോ. ആണല്ലേ? അതായത് ഇപ്പം ഞാനത് തുടങ്ങാനുള്ള കാരണം കമൽ സാറാണ്. കമൽ സാറിന്റെ നമ്മൾ സിനിമയിൽ സിദ്ധാർത്ഥിന് വേണ്ടി ഡബ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നൊക്കെ എനിക്കൊരു രസമായിരുന്നു, കാരണം വേറൊരാൾക്ക് വേണ്ടി സൗണ്ട് കൊടുക്കുക നമുക്കൊരു എക്സ്പീരിയൻസ് ആണത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് നമ്മളോട് ഡബ് ചെയ്യാൻ പറഞ്ഞിട്ട് ചില അന്യഭാഷ നടന്മാരെ കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് മലയാളം പറയുന്നത്. എന്നാൽ ഇവനെ വെച്ചത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം പ്രൊഡ്യൂസർക്കോ നിർമ്മാതാക്കൾക്കോ ഒന്നുമില്ല. പിന്നെ ഞാൻ ചോദിക്കും ഡയറക്ടറോട്, പിന്നെ ഇതിപ്പോ എന്നെ വെച്ച് അവതരിപ്പിച്ചാൽ പോരായിരുന്നു, ഇതിനേക്കാളും നിങ്ങൾക്ക് ഡബ്ബിങ്ങിന്റെ കാശ് ചിലവാക്കേണ്ട കാര്യമില്ല. ചില സിനിമകൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതൊരു രസമാണ് കേട്ടോ. ആ മീറ്ററിൽ തന്നെ, അതായത് അവർ ഭയങ്കര സ്പീഡിലാണ് പറയുക. നമ്മുടെ മലയാളത്തിനേക്കാളും കൂടുതൽ സ്പീഡ് തെലുങ്ക് ഡയലോഗ്സിനുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇമോഷനിൽ പോലും നമ്മൾ ഇത്തിരി ടൈം എടുത്ത് ചെയ്യാന്ന് വിചാരിച്ചാലും അവിടെ ഭയങ്കര സ്പീഡിലാണ്. അപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. ഒന്ന് കുറച്ചോട്ടെ. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇനി ആഡ് ചെയ്യാനുള്ളത് പച്ചമുളക് ഇടണ്ടേ? അത് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം, എനിക്ക് വലിയ നിർബന്ധമില്ല. ഞാനത് ഓപ്ഷണലായിട്ടാണ്. ആദ്യം കുറച്ചതാ വെളിച്ചെണ്ണ ഒന്ന് 2 സ്പൂൺ മതി. അത് ഇതിന്റെ സ്വാദ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയുടെ സ്വാദ്. അല്ല, മണം വരുന്നുണ്ട് നന്നായിട്ട്. ആ ചൂടിലേക്ക് വെളിച്ചെണ്ണ ചെല്ലുമ്പോഴേക്കും അതിന്റെ എനിക്കിത് കാണുമ്പോൾ എന്റെ കണ്ണിന്ന് വെള്ളം വരിക. എന്താ പറ്റി? ജീവിതത്തിൽ 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഓലൻ ഉണ്ടാക്കുന്നത്. അത് ഇത്രയും വൃത്തിയായിട്ട് വന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് വളരെയധികം. അത് ചേട്ടാ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഗൈഡ് ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നന്നാവും. അത് ശരി. ഇനിയിപ്പോ ആൻ പറഞ്ഞിട്ട് ഞാൻ മുളക് ഇട്ടില്ല എന്ന് വേണ്ട. അയ്യോ, ഞാനൊരു എന്താ പറയാ ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എനിക്കിത് വലിയ കീറി ഇടുന്നതല്ലേ നല്ലത്? കീറി ഇടുന്നതാണ്, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ആനിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് കീറി അങ്ങ് ഇതിലിടുന്നു. ഇനി അതൊന്ന് ഇരുന്ന് അതിൻ്റെ ആ എരിവും ഒന്ന് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്ത് വരാൻ കുറച്ചൊരു സമയം അല്ലേ? എന്നാൽ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുന്നതിൽ കറിവേപ്പില ഇടില്ലേ? ഇല്ല,
കറിവേപ്പില ഒന്നും ഇടാൻ പാടില്ല. കാരണം ഇപ്പോഴത്തെ കറിവേപ്പില എന്ന് പറഞ്ഞാൽ മരുന്നടിച്ച് വരുന്ന കറിവേപ്പിലയാണ്. അതുകൊണ്ട് ഇടാൻ പറ്റുമോ? ഇടാൻ പാടില്ല. അങ്ങനെയാണ് എൻ്റെ അറിവ്. അപ്പോൾ ഈ കറിയുടെ ഒരു പ്രത്യേകത കേട്ടോ, വളരെ സ്പീഡിൽ ഞാൻ പറയാണ്. നമ്മൾ മഞ്ഞളിടില്ല, മല്ലിപ്പൊടി ഇല്ല, മുളക് പൊടി ഇല്ല, പൊടി സംഭവങ്ങൾ ഒന്നുമില്ല. കായം, ഉലുവ അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു പച്ചമുളക്, പിന്നെ ഇതാ ഒരു ഇത്തിരി വെളിച്ചെണ്ണ. അപ്പോൾ ഇതിൻ്റെ സ്വാദേ ഒന്ന് നോക്കിയിട്ട് പറയണേ. തീർച്ചയായിട്ടും നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും എനിക്കിഷ്ടമായിരിക്കും ഇത്, അതൊരു സംശയമില്ല, ഞാൻ ഉണ്ടാക്കിയ കാരണം. എന്തായാലും പ്രേക്ഷകർക്കും ഇഷ്ടമാവും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഇതിൽ. Wow, I'm a genius. Marvelous. Wonderful, marvelous. Yummy. ഇത് എനിക്ക് ഞാനിത് കൊണ്ടുപോകും കേട്ടോ. എൻ്റെ ഭാര്യയ്ക്ക് ഞാനിത് കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഞാൻ ഇന്ന് വിജയശ്രീ ലാളിതനായി ഓലൻ ഉണ്ടാക്കിയടി. ഓലൻ കുറച്ചുകൂടെ വേണോ? ഇല്ല, വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരും ഞെട്ടിക്കാനുള്ള പരിപാടിയിലാണ് അല്ലേ? അപ്പം ഈ റെസിപ്പി നാട്ടിൽ നിന്നുള്ള റെസിപ്പിയാണ്, അമ്മ ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പം ശരത്തേട്ടൻ്റെ മമ്മിക്ക് പ്രത്യേകമായിട്ടുള്ള താങ്ക്സ്. അതെ. അപ്പൊ കുറച്ചാണെങ്കിലും നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ ചില കൊച്ചു കൊച്ചു കറികളൊക്കെ ഉണ്ടാക്കി ഓണമൊക്കെ എല്ലാവരോടും ഒന്ന് ഉഷാറാക്കാൻ നമുക്കൊന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ശരത്തേട്ടൻ്റെ നമുക്ക് നല്ലൊരു ഓണാശംസകൾ പറഞ്ഞു. എല്ലാ ചെറുപ്പക്കാരും, അത് ഏത് ജോലി ആയിക്കോട്ടെ, എല്ലാ ചെറുപ്പക്കാരും വീട്ടിൽ ഓലൻ ഉണ്ടാക്കണം. കാരണം എളുപ്പമുള്ള കാര്യം, ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഓണാശംസ പറയാം, നിനക്ക് പറയാം, ഇത് കഴിയട്ടെ. എല്ലാ ചെറുപ്പക്കാർക്കും നമ്മളൊരു ഇത് കൊടുക്കണ്ടേ? അപ്പോൾ എല്ലാ ചെറുപ്പക്കാരും ഓലൻ ഉണ്ടാക്കുക, പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ. ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഓണാശംസ.